ഇന്ത്യ ആണവായുധങ്ങൾ വിന്യസിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആയുധ സൈനിക പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ആഗോള സംഘടനയായിട്ടുള്ള സിപ്രി, അതായത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രതിരോധ മന്ത്രാലയങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഉടനടി ആക്രമണം നടത്താൻ കഴിവുള്ള ഒരു പ്രവർത്തന സ്ഥാനത്ത് ഇന്ത്യ കുറഞ്ഞത് 12 ആണവായുധങ്ങളെങ്കിലും വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ഒരു സംവേദനാത്മക അവകാശവാദം തന്നെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ഇന്ത്യയുടെ വ്യോമസേന പാകിസ്ഥാന്റെ പ്രധാന ആണവായുധ ധാമങ്ങളിൽ നേരിട്ട് വ്യോമാക്രമണം നടത്തിയതായി ഈ റിപ്പോർട്ട് ഒരു പ്രധാന വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. സമാധാന കാലത്ത് ഇന്ത്യ തങ്ങളുടെ ആണവായുധങ്ങളും അവ വഹിക്കുന്ന മിസൈലുകളോ ലോഞ്ചറുകളോ പ്രത്യേക സംഭരണികളിലാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ ആഗോളതലത്തിൽ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നതും. എന്നിരുന്നാലും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ കണക്കിലെടുത്ത് ഇന്ത്യ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സംവിധാനം മാറ്റിയതായി SIPRIA റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ 12 ആണവ വാർഹെഡുകൾ, തങ്ങളുടെ ഡെലിവറി സിസ്റ്റങ്ങൾ, മിസൈലുകൾ, യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ സ്ഥിരമായി ഘടിപ്പിച്ച് അതിർത്തിയിലോ നാവിക താവളങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ശത്രുരാജ്യം ഇന്ത്യക്കെതിരെ ആണവാക്രമണം നടത്താൻ ശ്രമിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാനും ആണവ പ്രതികാരം ചെയ്യാനും കഴിയുമെന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് 2024 ഓഗസ്റ്റ് മുതൽ കടലിൽ പ്രവർത്തന പെട്രോളിങ്ങിനായി ഇന്ത്യ 2 തദ്ദേശീയ ആണവശേഷിയുള്ള അന്തർവാഹിനികളായിട്ടുള്ള INS അരിഹത്ത്, INS അരിഡ്മാൻ എന്നിവ വിന്യസിച്ചിട്ടുണ്ട്. ഈ അന്തർവാഹിനികളിൽ മാസങ്ങളോളം വെള്ളത്തിനിടയിൽ കിടക്കുകയും സൈനിക നേതൃത്വവുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപയോഗം പാടില്ല എന്ന നയം ഈ അന്തർവാഹിനികളെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ പാകിസ്ഥാൻ ആണവ കേന്ദ്രത്തിൽ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഒഫീഷ്യലായി സിപ്രി എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.